വെൽക്കം ടു മൂവി ബ്രാൻഡ്. വികാര നിർഭര നിമിഷത്തിലായിരുന്നു നടൻ മോഹൻലാൽ കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് മുൻപിലെത്തിയത്. അതെ, അമ്മ നഷ്ടപ്പെട്ടതിനു ശേഷം മോഹൻലാൽ ആറ്റുകാലമ്മയ്ക്ക് മുൻപിലെത്തിയപ്പോൾ വളരെ സങ്കടത്തോടെ വാക്കുകൾ ഇടറിക്കൊണ്ട് സംസാരിക്കുന്നത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. വാക്കുകൾ അപ്രസക്തമാകുന്ന വൈകാരിക തലത്തിലേക്കായിരുന്നു ആറ്റുകാലമ്മയ്ക്ക് മുൻപിൽ നടൻ തന്റെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളും തന്റെ വിശ്വാസത്തെക്കുറിച്ചുമൊക്കെ കൂപ്പുകൈകളോടെ സംസാരിച്ചത്. അമ്മ വിട പറഞ്ഞു പോയ സാഹചര്യത്തിൽ ഇന്നിപ്പോൾ അമ്മയുണ്ടായിരുന്നെങ്കിൽ തന്നെ ഓർത്ത് ഒരുപാട് സന്തോഷപ്പെടുമായിരുന്നു എന്നതടക്കമുള്ള വാക്കുകൾ അദ്ദേഹം പറയുകയുണ്ടായി. ഈയിടെ എന്നെ വിട്ടുപോയ എന്റെ സ്വന്തം അമ്മയുടെ നിറവാർന്ന ഓർമ്മകളിൽ മനസ്സ് നിറഞ്ഞാണ് താൻ ഈ ആറ്റുകാലമ്മയ്ക്ക് മുൻപിൽ നിൽക്കുന്നത് എന്നും അദ്ദേഹം പറയുകയാണ്. അമ്മ ആറ്റുകാലമ്മയുടെ ഭക്തയായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നടൻ മോഹൻലാൽ. എത്രയോ വർഷങ്ങൾ പൊങ്കാലയിട്ടിട്ടുള്ള ഒരാളാണ് തന്റെ അമ്മ. ജീവിച്ചിരുന്നുവെങ്കിൽ അതുകൊണ്ട് തന്നെ താൻ ഈ പുരസ്കാരം സ്വീകരിക്കുന്നത് കാണുമ്പോൾ ഏറ്റവും സന്തോഷിക്കുന്ന ആൾ തന്റെ അമ്മയായിരുന്നു എന്ന് പറയുന്നു നടൻ. ജീവിതത്തിലെ നിർണായകമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ആറ്റുകാലമ്മയ്ക്ക് മുൻപിൽ നിന്ന് സാധ്യമായതെന്നും ഓർത്തെടുക്കുകയാണ് മോഹൻലാൽ. 1978 സെപ്റ്റംബർ 3 തിരനോട്ടം എന്ന് പറയുന്ന തന്റെ ആദ്യ സിനിമയുടെ പൂജ നടന്നത് ഈ ക്ഷേത്രത്തിന് മുൻവശത്ത് വെച്ചാണ്. 1988 ഏപ്രിൽ 28 തന്റെ ഭാര്യയായിട്ട് സുചിത്രയുടെ കഴുത്തിൽ താലി കെട്ടിക്കൊണ്ട് തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതും ഈ തിരുനടയിൽ വെച്ച് തന്നെയാണ് എന്നാണ് നടൻ പറയുന്നത്. ദാമ്പത്യം 36 വർഷം വളരെ സന്തോഷത്തോടെ പിന്നിടുന്നത് അമ്മയുടെ അനുഗ്രഹമായി താൻ കാണുന്നുവെന്നും നടൻ ചൂണ്ടിക്കാട്ടുന്നു. തിരുവനന്തപുരത്തുകാർക്ക് ആറ്റുകാൽ എന്നത് ഒരു വികാരമാണ്. പൊങ്കാല തലസ്ഥാനത്തിന്റെ തിരുവാഭരണമായിട്ട് മാറുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ഏതൊരു തിരുവനന്തപുരത്തുകാരനെ പോലെയും തന്റെ കൗമാരവും ആറ്റുകാൽ ദർശനവും പൊങ്കാല അനുഭവവും ഒക്കെയാണ് നിറച്ചു നിന്നത് എന്നും അദ്ദേഹം പറയുന്നു. ബാല്യകാല ഓർമ്മകളിൽ ആറ്റുകാൽ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ചുറ്റും വയലുകളായിരുന്നു അന്ന് എന്ന് ഓർമ്മകളിലേക്ക് പോവുകയാണ് നടൻ. പൊങ്കാല ദിവസമാകുമ്പോൾ നാട് മുഴുവൻ അടുപ്പുകളും ഭക്തരുമായിട്ട് നിറയും. ആറ്റുകാലിലേക്ക് വന്നിരുന്ന വിളക്കു ഘോഷയാത്രകൾ കൊണ്ട് മുടവൻ മുകളിലുകാർക്ക് വലിയ ഉത്സവമായിരുന്നു. ഓരോ പ്രദേശത്തു നിന്നുള്ള ഘോഷയാത്രകൾക്കും അന്ന് ചപ്രം എഴുന്നള്ളത്ത് എന്നാണ് പേരിട്ടിരുന്നത്. സംപ്രപഞ്ചത്തിലെ പ്രാദേശിക രൂപമായിരിക്കാം അതെന്നാണ് വിശ്വസിക്കുന്നത്. ഇന്നത് വിളക്കുകെട്ട് എന്നാണ് അറിയപ്പെടുന്നതെന്ന് തോന്നുന്നു. പൊങ്കാലയുടെ തലേ ദിവസം ശ്രീ പത്മനാഭയിലും കിള്ളിപ്പാലം ശിവയിലുമെല്ലാം സെക്കൻഡ് ഷോകൾ ഉണ്ടായിരുന്നു എന്നും ആ സ്പെഷ്യൽ ഷോകളിലും വളരെയധികം ഓർമ്മകൾ നൽകിയിട്ടുണ്ട് എന്നുമാണ് നടൻ ഇപ്പോൾ പറയുന്നത്. ഭക്തർക്ക് രാത്രി ഒന്നിച്ച് കൂടാൻ വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു പുണ്യപുരാണ സിനിമകൾ പ്രദർശിപ്പിക്കാൻ അന്ന് തീരുമാനമെടുത്തിരുന്നത്. തന്റെ അന്യ ഭാഷാ സിനിമാ സുഹൃത്തുക്കളോട് താൻ പൊങ്കാലയെ കുറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളും നടൻ പങ്കുവയ്ക്കുകയാണ്. അത്തരത്തിൽ തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അതിന്റെ പ്രത്യേകതകൾ കേട്ട് അവരെപ്പോഴും അത്ഭുതപ്പെടാറുണ്ട് എന്നാണ് നടൻ പറയുന്നത്. പലതരത്തിലുള്ള ബഹുമതികൾ സ്വീകരിക്കാൻ 48 വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ തനിക്ക് സാധിച്ചിട്ടുണ്ട്. എങ്കിലും വളർന്ന മണ്ണിലെ മനസ്സുകൊണ്ട് കുമ്പിടുന്ന ഭഗവതിയുടെ പേരിലുള്ള പുരസ്കാരം, അതിന്റെ ആത്മീയ ചൈതന്യം അത് തന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു എന്നാണ് നടൻ മോഹൻലാൽ പറയുന്നത്. ട്രസ്റ്റ് ചെയർമാൻ എസ് വേണുഗോപാൽ അധ്യക്ഷനായിരുന്ന പരിപാടിയിൽ പ്രസിഡന്റ് വി ശോഭ, ഭാരവാഹികളായിട്ടുള്ള പി കെ കൃഷ്ണൻ നായർ, കെ ശരത് കുമാർ, അനുമോദ്, എ ഗീതാകുമാരി തുടങ്ങിയവരൊക്കെയാണ് പ്രസംഗിച്ചത്. അതേസമയം ആറ്റുകാൽ ക്ഷേത്രത്തിൽ വലിയ ആഘോഷങ്ങളും വരവുകളും ഒക്കെയായിട്ട് മുന്നോട്ട് പോകുകയാണ്. തിരുവനന്തപുരത്തുകാർക്ക് മാത്രമല്ല കേരളത്തിലെ വിശ്വാസികൾക്കൊന്നടങ്കം ഏറ്റവും ശ്രദ്ധയാകർഷിക്കപ്പെടുന്ന ഒരു ചടങ്ങ് തന്നെയാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല ദിവസം എന്ന് പറയുന്നത്. സ്ത്രീകളുടെ ശബരിമല എന്നാണ് പൊതുവെ ആറ്റുകാലിനെ അറിയപ്പെടാറുള്ളത്. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ വരുന്ന തരത്തിൽ ഏറ്റവും അധികം അനുമതികൾ അല്ലെങ്കിൽ ബഹുമതികൾ ലഭിച്ചിട്ടുള്ള ഒരു ക്ഷേത്രം കൂടെയാണ് ആറ്റുകാൽ. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവം ഇത്തവണ മാർച്ച് 3 നടക്കുന്നത്. ഒരുക്കങ്ങൾ ഏറെക്കുറെ എല്ലാം തന്നെ പൂർത്തിയായി. കഴിഞ്ഞ ദിവസത്തോടെ അതിന്റെ തുടക്കവുമായി കഴിഞ്ഞു. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാറി കരമനയാറിന്റെയും കിള്ളിയാറിന്റെയും സംഗമ സ്ഥാനത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്തു വരുന്നത്. ക്ഷേത്രത്തിലെ മഹോത്സവമായിട്ടുള്ള ആറ്റുകാൽ പൊങ്കാല പ്രസിദ്ധമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. കുംഭമാസത്തിലെ കാർത്തിക നാളിലാണ് പൊങ്കാല ഉത്സവത്തിന് തുടക്കമാകാറുള്ളത്. ആദിപരാശക്തിയുടെ മാതൃഭാവമായിട്ടുള്ള ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാലമ്മയായി അറിയപ്പെടുന്നത്. കണ്ണകി, അന്നപൂർണേശ്വരി തുടങ്ങി ഭാവങ്ങളിലും ആദിപരാശക്തിയെ സങ്കല്പിക്കുന്നവരുണ്ട്. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിക്കാൻ ലോകത്തിലെ വിവിധയിടങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ എത്തുന്നു എന്നത് പല
പലപ്പോഴും ജനശ്രദ്ധ നേടിയൊരു കാര്യമാണ്. ഈ ദിവസം തിരുവനന്തപുരം നഗരം പൊങ്കാല അർപ്പിക്കാനും ഭഗവതിയെ തൊഴാനും എത്തുന്ന ഭക്തരാൽ നിറഞ്ഞിരിക്കും. ഈ ക്ഷേത്രത്തിന്റെ ഒരു ഐതിഹ്യം നോക്കുകയാണെങ്കിൽ ആറ്റുകാൽ പ്രദേശത്തെ മുഖ്യ തറവാടായിരുന്നു മുല്ലവീട്ടിൽ തറവാട് എന്ന് പറയുന്നത്. അവിടുത്തെ പരമസാത്വികനായിരുന്ന കാരണവർ ഒരു ദിവസം കിള്ളിയാറ്റിൽ കുളിക്കുന്ന സമയത്ത് ഒരു ബാലിക പ്രത്യക്ഷപ്പെടുന്നു. തന്നെ 6-ന് അക്കരെ എത്തിക്കാമോ എന്ന് ബാലിക കാരണവരോട് ചോദിക്കുകയായിരുന്നു. കാരണവർ 6 മുറിച്ച് ബാലികയെ അക്കരെ വരെ എത്തിച്ചു. സമീപത്തേക്കുള്ള തന്റെ ഭവനത്തിലേക്ക് കാരണവർ ബാലികയെ കൂട്ടിക്കൊണ്ടുപോയി. കാരണവർ ഭക്ഷണം ഒരുക്കുന്നതിനിടെ ബാലിക അപ്രത്യക്ഷമായി. അന്ന് രാത്രി കാരണവർ ബാലികയെ സ്വപ്നത്തിൽ ദർശിച്ചു. ബാലിക ആദിപരാശക്തിയായ പ്രപഞ്ചനാഥയാണ് എന്നും താൻ അടയാളപ്പെടുത്തുന്ന സ്ഥലത്ത് തന്നെ കുടിയിരുത്തണമെന്നും അങ്ങനെ ചെയ്താൽ അഭിവൃദ്ധി വരുമെന്നും പരാശക്തി അരുളി ചെയ്യുകയും ചെയ്തു. പിറ്റേ ദിവസം കാവിലെത്തിയ കാരണവർ ദേവി തന്റെ തൃശൂലത്താൽ രേഖപ്പെടുത്തിയ അടയാളം കണ്ട് സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് വിശ്വാസം. തമിഴ്നാട്ടിലെ ദേവീക്ഷേത്രങ്ങളിലാണ് സാധാരണയായിട്ട് പൊങ്കാല ഇടാറുള്ളത്. പൊങ്ങുക എന്ന തമിഴ് വാക്കിൽ നിന്നാണ് പൊങ്കാല രൂപപ്പെട്ടു വന്നത് എന്നാണ് ഭാഷാശാസ്ത്രജ്ഞർ പറയുന്നത്. ദൈവത്തിന് മുന്നിലെ ആത്മസമർപ്പണമാണ് പൊങ്കാലയെന്ന് ഭക്തകോടികൾ വിശ്വസിച്ചു പോരുന്നുമുണ്ട്. മധുര നഗരം ചുട്ടരിച്ച കണ്ണകിയുടെ കഥയുമായി ബന്ധപ്പെട്ടതാണ് ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു ഐതിഹ്യമെന്നാണ് നിലവിലത്തെ വിശ്വാസം. തന്റെ കണ്ണിൽ നിന്ന് പുറപ്പെട്ട അഗ്നിയിൽ മധുര കത്തിച്ചാമ്പലാക്കിയ കണ്ണകി ദേവിയെ ആശ്വസിപ്പിക്കുന്നതിനായി ജനങ്ങൾ പൊങ്കാല നൽകി എതിരേൽക്കുകയായിരുന്നു. അതിന്റെ ഓർമ്മയിലാണ് പൊങ്കാലയെന്ന് ഒരു വിശ്വാസം. ആറ്റുകാലിലും പൊങ്കാല ചടങ്ങുകൾ പാരമ്പര്യ തനിമയോടെ തന്നെയാണ് ഓരോ വർഷവും നടത്തി വരാറുള്ളത്. മറ്റൊരു വിശ്വാസം അനുസരിച്ച് മഹിഷാസുരനെ വധിച്ച ദേവിയെ ജനങ്ങൾ പൊങ്കാല നൽകിയാണത്രേ സ്വീകരിക്കുന്നത്. കോപിഷ്ഠയായ ഭഗവതിയെ പ്രീതിപ്പെടുത്തുന്നതിനാണ് പൊങ്കാല അർപ്പിച്ചതെന്ന വിശ്വാസവും ശക്തമാണ്. പാർവതി ദേവി ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തതിന്റെ കഥയും പൊങ്കാല ആഘോഷത്തോടൊപ്പം വിശ്വാസികൾ കൂട്ടിവായിക്കാറുണ്ട്. മഹിഷാസുര മർദ്ദിതനായ ദുർഗയുടെ തൽസ്വരൂപമാണ് ഭക്തർക്ക് ആറ്റുകാൽ ഭഗവതി. കലിയുഗത്തിൽ ദുഷ്ടനിഗ്രഹത്തിനുള്ള അവതാരമായും ഭഗവതിയെ ഭക്തർ കണ്ടു വണങ്ങുന്നുണ്ട്. കൃത്യമായ അനുഷ്ഠാനങ്ങളോടെ വ്രതമെടുത്ത് മാത്രമേ പൊങ്കാല അർപ്പിക്കാവൂ എന്നാണ് വിശ്വാസം. പൊങ്കാലയ്ക്ക് മുൻപ് ഒരാഴ്ചയെങ്കിലും വ്രതം നോറ്റിരിക്കണം. കൂടാതെ ദിവസവും 2 നേരം കുളിച്ച് മത്സ്യം, മുട്ട, മാംസം എന്നിവ ഒഴിവാക്കി സസ്യാഹാരം മാത്രമായിരിക്കണം കഴിക്കേണ്ടതെന്നും വിശ്വാസം. കൂടാതെ മനഃശുദ്ധിയോടെയും ശരീരശുദ്ധിയോടെയും കൂടെ വേണം വ്രതമെടുക്കാൻ. അതിനു പുറമെ പൊങ്കാലയുടെ തലേ ദിവസം ഒരിക്കൽ മാത്രമേ ആഹാരം കഴിക്കാവൂ എന്നും നിർബന്ധമുണ്ട്. പൊങ്കാലയ്ക്ക് മുൻപ് കഴിവതും ക്ഷേത്ര ദർശനം നടത്തുക എന്നതും ആചാരങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ്.